അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് ഫായിസ്. ആലപ്പുഴ പതിയാങ്കര ശംസുൽ ഉലമ ഇസ്ലാമിക് കോളേജിൽ ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിയാണ് ഞാൻ. സമസ്ത കേരള മുസ്ലിങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത നാമം. കേരള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സാഹിത്യകാരന്മാരും സാമൂഹ്യ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒരുപോലെ അംഗീകരിച്ച മഹത് പ്രസ്ഥാനം ബഹുവന്യ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. തീവ്ര ചിന്താഗതിക്കാർക്ക് മുസ്ലിം മനസ്സുകളിൽ ഇടം നേടാൻ കഴിയാതെ പോയത് സമസ്തയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിലേക്ക് ആദ്യമെത്തിയ പ്രബോധന സംഘത്തെ ഇവിടുത്തെ അമുസ്ലിം സഹോദരങ്ങളാണ് ഇരു കരവും നീട്ടി സ്വീകരിച്ചത്. അവരുടെ ജീവിത വിശുദ്ധി കൊണ്ട് മാത്രമാണ്. ആ ജീവിത വിശുദ്ധിയെ അനുസ്മരിപ്പിക്കും വിധമാണ് സമസ്തയുടെ നേതൃത്വം. സമസ്ത രൂപീകൃതമായതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം വഹാബിസം പോലുള്ള തീവ്ര ചിന്തകൾക്കും മതനവീകരണ ചിന്തകൾക്കും തടയിടലാണ്. 1926 മുതൽ ആ ദൗത്യം സമസ്ത വളരെ ഭംഗിയായി നിർവഹിച്ചു വരുന്നു. സമസ്ത നിലവിൽ വന്ന് ഏതാനും വർഷങ്ങൾ കഴിയുന്നതോടെ 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് സമസ്തക്ക് മഹത്തായൊരു ഭരണഘടന ഉണ്ടായി. ഭരണഘടനയിലെ 5 ലക്ഷ്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനം ആദർശ സംരക്ഷണം തന്നെയാണ്. കേരളക്കരയാകെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന SNEC ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും സമസ്തയുടെ 5 ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. സമസ്തയുടെ ആദർശം പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ അന്യമത വികാരങ്ങൾ വ്രണപ്പെടുത്താതിരിക്കാൻ സമസ്ത നന്നായി ശ്രദ്ധിച്ചു. അതിൻ്റെ ഫലമാണ് 100-ാം വർഷമായിട്ടും സമസ്തയുടെ പേരിൽ വർഗീയ ലഹളകളോ അന്യമത സംഘർഷങ്ങളോ ഉണ്ടാകാതിരുന്നത്. എന്നാൽ സമുദായത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവരെ തിരുത്താനും ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും സമസ്ത മടി കാണിച്ചിട്ടില്ല. പാരമ്പര്യ വിശ്വാസ ആചാരങ്ങൾക്ക് കോട്ടം വരുത്താതെ കാലത്തിനനുസൃതമായ പ്രബോധന രീതിയാണ് സമസ്ത പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ പഴമയിലൂടെ പുതുമ കണ്ടെത്തി സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ സമസ്തക്ക് കഴിയുന്നത്. സമസ്തയുടെ 100-ാം വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിനും പൊതുസമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ സമസ്ത നടത്തിയ ഇടപെടലുകൾ ബോധ്യമാകും. സമസ്ത പാസാക്കിയ പല പ്രമേയങ്ങളും ഇതിന് തെളിവാണ്. ബ്രിട്ടീഷ് സർക്കാരിനോട് പോലും നട്ടെല്ല് നിവർത്തി നിന്ന് നിലപാട് പറഞ്ഞ ചരിത്രം സമസ്തക്ക് മാത്രം സ്വന്തം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആദ്യകാല പണ്ഡിതന്മാർക്ക് കഴിഞ്ഞതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നൂറ്റാണ്ടിനോടടുക്കുമ്പോൾ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ ജീർണ മനസ്സുകളുടെ വികൃതി സമസ്തക്കുള്ളിൽ പലപ്പോഴും കലഹം സൃഷ്ടിച്ചിട്ടുണ്ട്. കലഹപ്രിയരെ പുറന്തള്ളി ഊതിക്കാച്ചിയെടുത്ത പൊന്നുപോലെ സമസ്ത അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ തണലിലായി നിലകൊള്ളാൻ നാഥൻ തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ.